എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുകയാണ്. അതിൽ LDFും കോൺഗ്രസും ഉണ്ട്. ഇരു വിഭാഗങ്ങളിലും ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളാണ് ഇപ്പോൾ തുടരുന്നത്. സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന കേരള കോൺഗ്രസ് നിലപാട് UDFിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കീറാമുട്ടിയായി തുടരുകയാണ്. അതേസമയം LDFിൽ CPIയുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റുമായി കോൺഗ്രസ് BJP നേതാക്കളിൽ നിന്ന് ഡൽഹിയിലെത്തും. വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനു മുൻപ് എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ഘട്ടത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ള നിലയിലേക്ക് തന്നെയല്ലേ ഇപ്പോൾ മുന്നണികൾ മുന്നോട്ട് പോകുന്നത്? ലിജിന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് പാർട്ടികൾക്കിടയിൽ തന്നെ ഒരു ഏകദേശ ധാരണ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ചില സീറ്റുകളിൽ മാത്രം ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അവ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം കോൺഗ്രസിന്റെ തന്നെയാണ്. കോൺഗ്രസ് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ടാണ് 10 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ അവർ മത്സരിച്ചത്. ഇത്തവണ 8 സീറ്റുകൾ നൽകാം എന്നാണ്. ആദ്യം 7 സീറ്റുകളും പിന്നീട് ഇപ്പോൾ 8 സീറ്റുകൾ വരെ നൽകാമെന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ 8 സീറ്റുകൾ ഒരു പക്ഷേ കേരള കോൺഗ്രസ് സമ്മതിച്ചേക്കുമെങ്കിലും സീറ്റുകൾ ഇടുക്കി ഉൾപ്പെടെയുള്ള സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് പുരോഗമിക്കുക. ഇടുക്കിയും കുട്ടനാട് ഉൾപ്പെടെയുള്ള സീറ്റുകൾ വിട്ടു നൽകണം എന്നാണ് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അത് ഇടുക്കി സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് കൂടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും നേരത്തെ അവരുടെ 10 സീറ്റിൽ തന്നെ മത്സരിക്കുമെന്ന ഒരു കാര്യത്തിൽ ഒരു അയവ് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. അതേ സമയത്ത് തന്നെ മറ്റ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മട്ടന്നൂർ ഒഴികെ RSPയുമായുള്ള 4 മണ്ഡലങ്ങളിലെ സീറ്റുകളിൽ ധാരണയായിട്ടുണ്ട് എന്നാണ്. അതേസമയത്ത് തന്നെ RSPയുടെ ഇരുവിപുരത്തുള്ള സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി ജനകീയനല്ല എന്നൊരു ആവശ്യം അവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തന്നെ അറിയിച്ചിട്ടുണ്ട്. കത്ത് മുഖാന്തരം തന്നെ അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന ആവശ്യമാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മട്ടന്നൂരിന് പകരം ഒരു സ്ഥലം കണ്ടെത്താനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫോർവേഡ് ബ്ലോക്കിൻ്റെ ആവശ്യം കൊല്ലം സീറ്റാണ്. എന്നാൽ കൊല്ലം സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം CMPയും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും ഓരോ സീറ്റ് അത് നേരത്തെ തന്നെ അവർ അത്തരത്തിൽ ഓരോ സീറ്റുകളിൽ മത്സരിക്കുന്നതാണ്. അക്കാര്യത്തിൽ അവർ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ ഉള്ള സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ ഏകദേശം തയ്യാറായിട്ടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റുകളും അതുപോലെ തന്നെ സിറ്റിംഗ് MLAമാരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുകളുമൊക്കെയാണ് ഇന്ന് VD സതീശനും അതുപോലെ തന്നെ KPCC സെക്രട്ടറി ആയിട്ടുള്ള സണ്ണി ജോസഫ് ഉൾപ്പെടെ പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലേക്ക് ഇന്ന് വൈകിട്ട് യാത്രയാകുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ നാളെ ഡൽഹിയിലുണ്ടാവും. അത്തരത്തിൽ സീറ്റിൽ ഏകദേശ ധാരണ കഴിഞ്ഞ ദിവസം തന്നെ ഇത് AICCയുടെ സെക്രട്ടറി ആയിട്ടുള്ള മസൂദൻ മിശ്രയും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എത്തി നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഏകദേശ ധാരണ സീറ്റുകളുടെ എണ്ണവുമായി ഇവർ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നതും. അതേ സമയത്ത് തന്നെയാണ് CPIയുടെ സീറ്റിൽ ധാരണയായിരിക്കുന്നു. 25 സീറ്റുകളിൽ CPI മത്സര രംഗത്തുണ്ടാകും. കഴിഞ്ഞ തവണയും 25 സീറ്റുകളിലാണ് മത്സരിച്ചത്. ടൈസനാണ് പ്രതിപക്ഷ നേതാവിനെതിരെ മത്സര രംഗത്തേക്ക് ഉണ്ടാവുക എന്ന കാര്യവും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരികയും ചെയ്തു. 25 സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഇവയുടെ LDFിൻ്റെ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ ലിസ്റ്റും പ്രഖ്യാപിക്കും. ശരി, എന്തായാലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച നടക്കുകയാണ് മുന്നണികളിൽ. രജിത്താണ് വിവരങ്ങൾ നൽകിയത്.